പഞ്ചാരക്കുലയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സ്ഥലത്ത് വലിയ പ്രതിഷേധമാണുള്ളത്. മന്ത്രിയെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണം, പ്രിയദർശിനിയിൽ എത്തുന്നതിനുൾപ്പെടെ തൊഴിലാളികൾ എന്ത് ധൈര്യത്തോടെ തിരിച്ചെത്തണമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ ചോദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ദീപക് മലയമ്മയുണ്ട്. തത്സമയം ദീപക്, വലിയ രീതിയിലുള്ള പ്രതിഷേധം, മന്ത്രിയെ കാർ കടത്തിവിടാൻ അനുവദിക്കുന്നില്ല നാട്ടുകാർ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. പോലീസ് ഉൾപ്പെടെയുണ്ട് സ്ഥലത്ത്. എന്താണ് സംഭവിക്കുന്നത്? ദീപക് മലയമ്മയുണ്ട്. ദീപക്, മന്ത്രിയുടെ കാറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വാഹനം കടത്തിവിടാൻ സമ്മതിക്കാതെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഇപ്പോൾ പൂർണ്ണമായും പൈലറ്റ് വാഹനത്തിന് മുൻപിൽ തന്നെ നാട്ടുകാർ തമ്പടിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്നും ഒരു കടുകിട കരകോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രിയുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അത് സംസാരിച്ച മന്ത്രി മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ രാധയുടെ വസതിയിലേക്ക് മന്ത്രിയെ കടത്തിവിടൂ എന്നുള്ളതാണ് നിലപാട്. പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരത്തെ തന്നെ ഇവിടെ തമ്പടിച്ചിരുന്നുവെങ്കിലും റോഡിൽ കുത്തിയിരുന്ന ആളുകളെ നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സ്ഥലത്ത്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പോൾ മന്ത്രിയെ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധം. ഇപ്പോൾ പോലീസും SP ഉൾപ്പെടെ താഴേക്ക് വീഴുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും താഴേക്ക് വീഴുന്നു. പൂർണ്ണമായും ആളുകളെ അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ച് പോലീസ് നീക്കുകയാണ്. വാഹനത്തിന്റെ മുൻഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പൂർണ്ണമായും ഇവിടെ തമ്പടിച്ചു നിൽക്കുന്ന ആളുകളെ മാറ്റാനുള്ള നിലപാട് എടുത്തിരിക്കുന്നു. മന്ത്രി ഈ മേഖലയിലേക്ക് എത്തണമെങ്കിൽ ഒരു തരത്തിലും ഇത്തരത്തിൽ മാപ്പ് പറയാതെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ റോഡിലൂടെ വലിച്ചിഴച്ച് തന്നെ പ്രവർത്തകരെ മാറ്റാനുള്ള നടപടി പോലീസ് സ്വീകരിക്കുകയാണ്. അത് SP-യും DYSP-യും CI-യും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നേരത്തെ തന്നെ തമ്പടിച്ചിരുന്നു. എന്നിട്ട് പോലും ഈ ആളുകളെ മാറ്റുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിലോപം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതാണിപ്പോൾ കയ്യാങ്കളിയിലേക്ക്, ഇത്തരം വലിച്ചിഴക്കലുകളിലേക്ക് ഒക്കെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം മന്ത്രി എത്തുമെന്നുള്ളത് പോലീസ് സംഘത്തിന് നേരത്തെ തന്നെ ധാരണയുള്ളതാണ്. ഇത്തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും ആ ഘട്ടത്തിൽ തന്നെ ആളുകളെ മാറ്റുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കാമായിരുന്നു. ഇപ്പോൾ പൈലറ്റ് വാഹനം മുന്നോട്ട് കടന്നു. മന്ത്രിയുടെ വാഹനം പക്ഷേ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരെ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പുരുഷന്മാരെ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പൈലറ്റ് വാഹനം മുന്നോട്ട് നീങ്ങുന്നു. അതേസമയം തന്നെ ആ വാഹനത്തിന് മുൻഭാഗത്ത് പൂർണ്ണമായും ആളുകൾ തമ്പടിച്ച് നിൽക്കുന്നു. തൊട്ട് പിന്നാലെയുള്ള മറ്റു വാഹനങ്ങൾ കടന്നു വരികയാണ്. മന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിലേക്ക് എത്തും. ഷബീർ റൈറ്റ് സൈഡ് മന്ത്രിയെ ഇപ്പോൾ ആ വാഹനത്തിന് മന്ത്രിയുടെ വാഹനം എത്തുന്നുണ്ട്. പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹം ഒരുക്കുന്നു. പോലീസ് പൂർണ്ണമായും തമ്പടിച്ചു നിന്നുകൊണ്ടാണ് ഈ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതിഷേധ സ്വരമുണ്ടായിട്ടും ആ കാര്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് പോലീസ്. പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആളുകൾ നിലത്ത് വീണ് കിടക്കുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസിന്റെ കനത്ത ബന്ദോബസ്തിൽ ഇപ്പോൾ മന്ത്രിയെ രാധയുടെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതേസമയം തന്നെ മുൻവശത്ത് ഈ പൈലറ്റ് വാഹനത്തിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും അരങ്ങേറുകയാണ്. അവിടെ പോലീസ് നടപടികൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ മന്ത്രിയുടെ വാഹനത്തിന് തൊട്ടടുത്തേക്ക് പ്രതിഷേധക്കാർ എത്തുന്നു. അവർ വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ അത് പോലീസ് സന്നാഹം ആ നിലയ്ക്ക് തന്നെ വാഹനത്തെ പൊതിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവിടെ പ്രതിഷേധമുയർത്തുന്ന ആളുകളെ ആ നിലയ്ക്ക് തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ നടക്കുന്നത്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ പ്രതിഷേധക്കാർ മന്ത്രിയെ സമ്മതിക്കുന്നില്ല. പോലീസുകാർ മന്ത്രിയുടെ വാഹനം കടത്തിവിടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ മന്ത്രിയുടെ വാഹനം തടയുന്നതിനായി നാട്ടുകാർ സംഘടിച്ച് ജനം എത്തുന്ന സാഹചര്യമാണുള്ളത്.